ഇന്ന് മറ്റേ സ്റ്റുഡിയോയിൽ ഇന്ന ആള് പാടുന്നുണ്ട് കേരളത്തിൽ നിന്ന്, അവനെ ഒന്ന് വെട്ടിയിട്ടേ കാര്യമുള്ളൂ എന്ന് യേശുദാസിന് ആലോചിക്കാൻ പോലും സമയമില്ല. അഭിനയത്തിൽ കൂടെ ഈ രംഗത്ത് വരുന്നുള്ളത് എൻ്റെ ഒരു പ്രതീക്ഷയിലേ ഉണ്ടാവാതിരുന്നൊരു കാര്യമാണ്. പെട്ടെന്ന് വിനീത് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ചേട്ടാ ഒരു PROന്റെ ക്യാരക്ടറാണ്, അത് ചെയ്തുകൂടെ എന്ന് കഴിയുമ്പോൾ തമിഴൻ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം. ഞാൻ നോ എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടേ ഇല്ല. അതിന് കല്ലുകളിലേക്ക് നോക്കിയപ്പോൾ അച്ഛൻ ദൂരത്ത് നിൽക്കുന്നു. ആ സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് അടിച്ചിട്ട് എന്നെ ഇങ്ങനെ അടിച്ചിട്ട് വീട് വരെ അടിച്ചു. എന്താ കാരണമെന്ന് എനിക്ക് അറിയുന്നില്ല. ദാസേട്ടൻ എന്നെ അവിടുന്ന് കണ്ടപ്പോൾ ഒരു അത്ഭുതം ഉണ്ടായി. എടാ നീ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയോ, അതും ജയഭാരതിയുടെ കൂടെ. അത് ദാസേട്ടൻ ഇവിടെ നിൽക്കുന്നു, ജാനകിയമ്മ ഇവിടെ നിൽക്കുന്നു, നടുവിലൊരു മൈക്കിട്ടിട്ട് ഞാൻ നിൽക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ജാനകിയമ്മ രതുനിർവേദം എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട് അപ്പൊ ഇടയ്ക്ക്. ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഒരു അതിഥി. എനിക്ക് പക്ഷെ അദ്ദേഹത്തിന് ആ വിശേഷണങ്ങൾക്കപ്പുറം ഒരു ഗായകൻ എന്ന നിലയിൽ പരിചയപ്പെടുത്താനാണ് ഇഷ്ടം. കൃഷ്ണചന്ദ്രൻ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ചേട്ടന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സംഗീതത്തിന് പുറകെയായിരുന്നു. ആയിരുന്നു. ഞാനൊരു അഭിനയത്തിൽ കൂടെ ഈ രംഗത്ത് വരുന്നുള്ളത് എൻ്റെ ഒരു പ്രതീക്ഷയിലേ ഉണ്ടാവാതിരുന്നൊരു കാര്യമാണ്. പിന്നെ ഞാൻ എന്താ പറയുക, BA മ്യൂസിക്കിനാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്നെ അഭിനയത്തിനാണ് സെലക്ട് ചെയ്തത്. പത്മരാജൻ സാറും ഭരതേട്ടനും കൂടി അങ്ങനെ അഭിനയത്തിൽ കൂടെ രംഗത്ത് വന്നു എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ സംഗീതം തന്നെയാണ് ഇപ്പോഴും. അതെ, എൻ്റെ അല്ല, ഞാൻ അവിടെ എന്താ ബ്രേക്ക് ചെയ്യാൻ അറിയാം. എനിക്ക് സംഗീതത്തെ കുറിച്ച് തന്നെ അറിയേണ്ടത്. പക്ഷെ ഏറ്റവും റീസെന്റ് ഞാൻ ഈ നടനായിട്ട് കണ്ടത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിലാണ്. വിനീത് ശ്രീനിവാസന്റെ പടം. അത് ഗംഭീരമായിട്ട് ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് വിനീത് തന്നെ നേരിട്ട് വിളിച്ചു എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. എന്തായിരുന്നു ആ ഒരു എൻട്രി? എങ്ങനെയായിരുന്നു അത്? എനിക്ക് ഞാനിപ്പോൾ അഭിനയിക്കുക എന്നുള്ളത് വളരെ എപ്പോഴെങ്കിലും ഒക്കെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു സിനിമയിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്തു. അതും സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യയെ ഷൂട്ടിങ്ങിന് കൊണ്ടുവിടാൻ ഞാൻ പോണ്ടി വന്നപ്പോൾ അവിടുന്ന് ഷാഫി എന്നുള്ള സംവിധായകൻ എന്നെ കണ്ടിട്ട് ആനന്ദം പരമാനന്ദത്തിൽ ഒരു ചെറിയ ക്യാരക്ടറിനോട് ചേട്ടാ ഇത് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യ ഇല്ലാത്തൊരു സിനിമയിൽ ചെയ്യാമെന്ന് പറഞ്ഞു ആദ്യം. പക്ഷെ അതിൽ തന്നെ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. മറ്റേ ഇന്ദ്രൻസും ഷറഫും ഒക്കെ അഭിനയിച്ച സിനിമയിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഒരു മാസം മുമ്പേ മറ്റാണ് പെട്ടെന്ന് വിനീതുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഈ മെസ്സേജസ് പതിവുണ്ട്. പുള്ളിയുടെ ഓരോ സിനിമ കാണുമ്പോഴൊക്കെ ഞാൻ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്, ചില നെഗറ്റീവ് സാധനങ്ങൾ പറയാറുണ്ട്. അതിന് പുള്ളി തിരിച്ചു വിളിക്കും. ചില സമയത്ത് കുറേ ദിവസം മെസ്സേജിനൊന്നും മറുപടി ഉണ്ടാവില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കിക്കോളാം എന്തെങ്കിലും എഴുതാൻ വേണ്ടിയോ എവിടെയെങ്കിലും പോയിരിക്കുകയാണെന്നുള്ളത്. ആ സമയത്ത് ഒരു മൈൻഡും ഉണ്ടാവില്ല. പക്ഷെ മറ്റേ ആ പുള്ളിയുടെ ആ ഒരു എന്താണ് ആ ഒരു സിനിമ മറ്റേ കോയമ്പത്തൂരൊക്കെ ഷൂട്ട് മുകുന്ദൻ ഉണ്ണി, അതൊക്കെ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ കുറേ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചിരുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, വിനീതിനെ നമുക്ക് മനസ്സുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ശ്രീനിയുടെ മകൻ എന്നുള്ളത് വേറൊരു കാര്യം, പിന്നെ പാട്ടുകാരൻ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പുള്ളി ഡബ്ബിങ്ങും കൂടി ചെയ്തു വേറെ ആൾക്കാർക്ക് വേണ്ടി എന്നുള്ളത്. മറ്റേ ആ നോട്ട്ബുക്ക് എന്നുള്ള സിനിമയിലൊക്കെ ഡബ് ചെയ്തപ്പോൾ ഞാൻ വിനീതിന്റെ നമ്പർ തപ്പിപ്പിടിച്ചിട്ട് ഞാനൊരു മെസ്സേജ് അയച്ചു, വിനീതേ നീ ഒരു കൃഷ്ണചന്ദ്രനായി മാറരുത്. കാരണം ഡബ്ബിങ് എന്നുള്ളത് ഭയങ്കര സ്ട്രെയിനാണ്. സംഭവം സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറിന് ചെയ്താലും അത് സ്ഥിരമായിട്ട് ചെയ്യാന്നുള്ളത് സ്ട്രെയിൻ ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ. അതിൻ്റെ അനുഭവസ്ഥനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ പാട്ട് പാടാനാണ് ഉദ്ദേശമെങ്കിൽ ഡബ്ബിങ് അധികം ചെയ്യുകയാണെങ്കിൽ സ്ട്രെയിൻ ആയിട്ട് ചെയ്യാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള മെസ്സേജസ് ഒക്കെ പതിവുണ്ട്. ഇതെന്താണെന്നറിയില്ല, പെട്ടെന്ന് വിനീത് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ചേട്ടാ ഒരു ഭയങ്കര വലിയ ക്യാരക്ടറല്ല, ചെറിയൊരു ക്യാരക്ടറാണ്, കംപ്ലീറ്റ് മദ്രാസ് ഒക്കെ ബേസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു തമിഴൻ ക്യാരക്ടറാണ്, ഒരു PROന്റെ ക്യാരക്ടറാണ്, അത് ചെയ്തുകൂടെ എന്ന് കഴിയുമ്പോൾ തമിഴൻ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം. ഞാൻ നോ എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടേ ഇല്ല അതിന്. പിന്നെ ഒന്നാമത് വിനീതിനെ നമുക്ക് ആസ് എ പേഴ്സണും ഇഷ്ടമാണ്. സംവിധായകൻ എന്നുള്ള നിലയ്ക്കും പുള്ളിയുടെ സിനിമകളൊക്കെ ഹിറ്റാണ്. എൻ്റെ ഭാര്യ എപ്പോഴും പറയാറുണ്ട്, അവൾ ഒറ്റ സീനാണ് ചെയ്തത് തട്ടത്തിൻ പറയത്ത് എന്നുള്ള വിനീതിൻ്റെ സിനിമയിൽ നിവിൻ പോളിയുടെ അമ്മയായിട്ട്. അപ്പോൾ വനിത പറയും എപ്പോഴും, നമുക്ക് ചെറിയ ക്യാരക്ടർ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ആ സംവിധായകൻ അതിന് അത്ര ഇമ്പോർട്ടൻസ് നമുക്ക് തരുന്നു എന്നുള്ളത് പറയുമ്പോഴാണ് അതിൻ്റെ സന്തോഷം. ഈ തട്ടത്തിൻ മറയത്തിൻ്റെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ ചേച്ചിയാണ് മനസ്സിൽ കണ്ടിട്ടുള്ളത്, ഒരു സീനേ ഉള്ളൂ ചെയ്യണമെന്ന് പറഞ്ഞു. സന്തോഷമായിട്ട് പോയിട്ട് ചെയ്തു കൊടുത്തു. അപ്പൊ വനിത എപ്പോഴും പറയും അങ്ങനത്തെ സംവിധായകരെ നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് തരാണ്. ഒരു സീനെങ്കിൽ ഒരു സീൻ, അത് ഒരു അർത്ഥവത്തായ സീനാണെങ്കിൽ അത്
അതുപോലെ അപ്പോൾ വിനീതിനോട് ഒരു ഇഷ്ടം നമുക്ക് എപ്പോഴും ഉണ്ട്. അങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഈ പഴയ കാര്യങ്ങളാണ് 70s MGR എന്താണ് പറയാ, അധികാരം ഏറ്റെടുക്കുന്ന ദിവസം ആ ലോഡ്ജിൽ എത്തുന്ന 2 ചെറുപ്പക്കാരാണ് സ്വാമീസ് ലോഡ്ജിൽ, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഞാൻ 1980 മുതൽ 2005 വരെ മദ്രാസിൽ താമസിച്ച മദ്രാസിനോട് അതിഭയങ്കരമായ പ്രണയമുള്ള ഒരാളാണ് ഞാൻ. അതേ പ്രണയം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് വിനീത് ശ്രീനിവാസനും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അതിൽ ഒത്തു എന്നുള്ളതാണ്, ആ തമിഴ്നാടിനോടുള്ള സ്നേഹം. അല്ല, ഇടയ്ക്ക് പറഞ്ഞു അതിനകത്തുള്ള പല കഥകളൊക്കെ പറയുമ്പോ വിനീത് പറഞ്ഞാണ്, ചേട്ടൻ ഈ പറയുന്നത് ആരൊക്കെ തമ്മിലുള്ളതാണ്. കാരണം നമ്മൾ ആ സമയത്ത് കുറെ കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതില് പല സാധനങ്ങൾ ചെയ്യുമ്പോ അത് പ്രത്യേകിച്ചും ഒരു സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുന്ന ഒരു സാധനമുണ്ട്. ഇതില് തമിഴിലാണ് പറയുന്നത്. ഈ സിനിമയ്ക്ക് 2 അഭിപ്രായമുണ്ട്. ഒന്ന് മോശമാണെന്നുള്ളതാണ്. അപ്പൊ അടുത്തത് നല്ലതായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് പുള്ളി ചോദിക്കുന്നത്. അടുത്തത് മോശമല്ലേ എന്നാണെന്നുള്ളതാണ് മലയാളത്തിൽ പണ്ടുണ്ടായ സംഭവമാണ്. അത് ഭരതേട്ടനും പവിത്രനും കൂടി ഉണ്ടായ ഒരു സംഭവമാണെന്നുള്ളതാണ് എനിക്കറിയാവുന്നത്. ആ ഡയലോഗ് ഇതിൽ ഞാൻ പറയുന്നുണ്ട്, പക്ഷെ അത് തമിഴിലാണ് പറയുന്നത് മാത്രം. ഒരു നല്ല രസമുള്ള ഒരു ഷോട്ട് ആ സിനിമയിലുണ്ട്. ഷോട്ട് എന്ന് പറയുന്നില്ല, ഒരു തലമുറ താങ്കളുടെ ക്യാമറയ്ക്കുള്ളിലാക്കുന്ന ഒരു രംഗം. അതിനകത്ത് പ്രണവുണ്ട്, ധ്യാനുണ്ട്, പിന്നീട് പിന്നെ വൈജി സാറുണ്ട്, പിന്നീട് നമ്മുടെ അജു വർഗീസും ഉണ്ട് അല്ലേ. അപ്പൊ ഇന്നത്തെ തലമുറ ആ ഫ്രെയിമിൽ നിന്ന് കാണുമ്പോൾ എന്ത് തോന്നുന്നു അവരെ കുറിച്ചൊക്കെ? പ്രണവിനെ കുറിച്ച്, അജുവിനെ കുറിച്ച്, ധ്യാനിനെ കുറിച്ച്, നേരത്തെ വിനീനെ കുറിച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അല്ല, എനിക്ക് തോന്നുന്നത് പുതിയ തലമുറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഴയ ആൾക്കാരെല്ലാപ്പോഴും ഞങ്ങളുടെ കാലത്ത് മറ്റേ സംഭവമായിരുന്നു, എൻ്റെ ഉപ്പാപ്പാക്ക് ആന ഉണ്ടായിരുന്നു എന്നുള്ളൊരു മൂഡിൽ സംസാരിക്കുന്ന പലരും ഉണ്ട്. അത് ഇല്ല എന്നല്ല, ആ സമയത്ത് ഒരു സൗകര്യം ഇല്ലാതിരുന്ന സമയത്ത് എടുത്ത സിനിമകളുണ്ട്, നമ്മുടെ ഗംഭീരമായിട്ടുള്ള സിനിമകളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ പുതിയ ആളുകൾ ചെയ്യുന്ന ആ ചേഞ്ച് ആയിട്ടുള്ള സംഭവങ്ങളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഭരതേട്ടൻ രതീന്ദ്രവേദം ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ഇങ്ങനെ, നമ്മൾ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ ഓരോ ഷോട്ടിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഇടുന്ന ഓരോ നാട്ടുകാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് സബ്ജക്റ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു കഥ വേണം എന്നുള്ളതിൻ്റെ. അപ്പോൾ ഭരതേട്ടൻ്റെ ഒരു ദിവസം, എനിക്കന്ന് യാതൊരു വിവരവുമില്ല, ഞാൻ 17 വയസ്സുള്ള ഒരു പയ്യൻ. അപ്പം ഞാനിതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, വെറും കേൾവിക്കാരനാണ് ഞാൻ. അപ്പോൾ ഭരതേട്ടൻ പറഞ്ഞു, എടാ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് ഇങ്ങനെ 2 കൈ അടച്ചിട്ട് പറഞ്ഞു, ഇതൊരു വീട്, ഈ വീട്ടിൽ നിന്ന് ഒരാൾ നടന്ന് ഈ വീട്ടിലേക്ക് നടന്ന് കയറി, ഇതൊരു സബ്ജക്റ്റാണ്, ഇത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ രീതി, വേ ഓഫ് ടേക്കിംഗ് ആണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് അതിന് അത്രയും കൂടെ ഉൾക്കൊള്ളാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. കാരണം എന്താ, നമുക്കൊരു ഒരു ശരിക്കുള്ളൊരു കഥ വേണം, ഒരു ആദ്യമധ്യാന്തം എന്നൊക്കെ ആ രീതിയിലേ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്കിത് പിന്നീട് വളരെ കാലത്തിന് ശേഷം നമ്മുടെ ഇദ്ദേഹത്തിന് ദിലീഷ് പോത്തൻ്റെ മഹേഷിൻ്റെ പ്രതികാരം എന്നുള്ള സിനിമ കണ്ടപ്പോൾ എനിക്കിതുമായിട്ട് ഭയങ്കരമായിട്ട് റിലേഷൻ തോന്നി. കാരണം എന്നെ ഒരു അടിയടിച്ചു, അതിന് ഞാൻ തിരിച്ചൊരു അടി കൊടുക്കണം, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സബ്ജക്റ്റ്. ഇത് എങ്ങനെ അവരെ എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് സബ്ജക്റ്റിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കി തന്ന ഗുരുക്കന്മാരാണെന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു. 78 നടന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പൊ അതിൻ്റെ അടുത്ത് 46 കൊല്ലത്തിന് മുമ്പ് നടന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. ഭരതനെ പോലെയുള്ള എന്താ പറയാ അസാമാന്യനായ അത് നമ്മുടെ ഗുരുനാഥനാണ് പത്മരായൻ സാറായാലും ശരി. അപ്പോൾ ഇവരെ ഈ പുതിയ തലമുറ, അപ്പൊ അത് കാരണം ഈ പുതിയ തലമുറ ചെയ്യുന്ന പല പടങ്ങളും നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ഇങ്ങനെ ഒരു ചിന്ത ഇവർക്ക് പോകുന്നത്. അതാണ് പുതിയ ഐഡിയാസ് വരണമല്ലോ. പുതിയ രീതിയിൽ മലയാള സിനിമ എന്തായാലും നമുക്കിപ്പോൾ അഭിമാനം തന്നെയാണ്. നമുക്ക് ഓരോരോ സിനിമ കാണുമ്പോഴത്തെ ഇപ്പോൾ പ്രേമലു ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അവസാനം അവർ ലണ്ടനിലേക്ക് പോകുന്ന പിരിയുന്ന സമയത്തൊക്കെ എനിക്ക് സങ്കടം വന്നു സത്യത്തിൽ. കാരണം നമുക്കൊരു സാധാരണ പൈങ്കിളി സ്റ്റൈലിലാണ് അത് കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ എന്ത് രസമായിട്ടാണ് അവർ ചെയ്തത്. ആ സംവിധായകനെയൊക്കെ ഉഗ്രൻ, അതിലെ ആക്ടേഴ്സും ഒക്കെ നമുക്ക് ഓരോരുത്തരും എന്ത് നാച്ചുറലായിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അഭിനയിക്കുന്നത്. യാതൊരു സംശയമില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത മോഡുലേഷൻസ് പറയുന്ന കാര്യങ്ങളിൽ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് സത്യത്തിൽ. പുതിയ തലമുറ ഹാറ്റ്സ് ഓഫ് ആണ് സത്യത്തിൽ. നമ്മൾ ഈ ഇന്റർവ്യൂലേക്ക് വിളിക്കുമ്പോൾ ചേട്ടൻ അവിടുന്ന് തറവാട്ട് വീട്ടിൽ നിന്ന്, അതായത് വീട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്, ഞാൻ വിഷുവിന് പോയിട്ട് തിരിച്ചു വരുമായിരുന്നു. എനിക്ക് തറവാട്ടിൽ ഇപ്പൊ ആരൊക്കെയാണുള്ളത്? തറവാട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ അനിയത്തിയാണ് അച്ഛൻ്റെ മക്കള്.
അപ്പൊ ഞാൻ അനിയത്തി ചെന്നൈയിലാണ്. അച്ഛൻ നാരായണ രാജ. അച്ഛൻ നാരായണ രാജ, അമ്മ നളിനി രാജ. രണ്ടുപേരും അച്ഛന് 94 വയസ്സ്, അമ്മയ്ക്ക് 84 വയസ്സ്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി ഓരോരുത്തർ മാറി 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 താമസിക്കുക. നിലമ്പൂർ തന്നെയാണ്. നിലമ്പൂർ കോവിലകം. അതെ. അപ്പോൾ അവിടെ പോയി താമസിക്കും. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതാണല്ലോ. അവർ ഇവിടെ വന്നിട്ട് എന്തായാലും താമസിക്കില്ല. സിറ്റിയിൽ വരുമ്പോൾ അവർ വന്നാൽ കുറച്ച് ദിവസം 10 ദിവസമൊക്കെ താമസിച്ച് പോകും. അവർക്കത് ശരിയാവില്ല. പിന്നെ അതുപോലെ പഴയ പോലെ യാത്രയൊന്നും ചെയ്യാനും വയ്യ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം സമയത്ത് നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഒന്നുകിൽ ഞാൻ പോകും, അല്ലെങ്കിൽ വൈഫിന് മാത്രം പറ്റുന്ന സമയത്ത് അവർ പോവും, എൻ്റെ സിസ്റ്റർ വരും. അങ്ങനെ മാറി 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 ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് സുരേഷ് എന്നെ വിളിക്കുന്നത് ഇന്റർവ്യൂവിന്. അപ്പം ഞാനും ഞെട്ടിപ്പോയി. കാരണം എന്നെ ഇന്റർവ്യൂ ചെയ്യേണ്ട എന്ത് കാര്യമാണെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അപ്പൊ ഈ വർഷങ്ങൾക്ക് ശേഷമാണ് സുരേഷ് എന്ന് പറഞ്ഞു തുടങ്ങിയത്. വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമ അത്രയും എന്നെ രണ്ടാമത് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതിന് സുരേഷിന് ഒരു നന്ദി. അല്ല നമ്മളെ വിളിക്കല്ല, നമ്മളൊക്കെ കൊതിക്കുന്ന ആളുകളാണ്. കാരണം ഇത്രയും ഒരു 40-45 വർഷത്തെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ചെറുതല്ല. അത് ഇത് തലമുറ കേൾക്കട്ടെ. കാരണം അവരറിയട്ടെ ഇത് ഇങ്ങനെയും ഒരു സിനിമ ഉണ്ടായിരുന്നു, സിനിമാ കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് കാര്യമല്ല. ഞാനീ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മള് രാജകുടുംബം, നിലമ്പൂർ കോവിലകം എന്ന് പറയുന്ന ഒരു രാജകുടുംബം. പക്ഷെ അവിടെ രാജ അതൊരു സ്ഥാനപ്പേരാണ്. പക്ഷെ ഒരിക്കലും താങ്കളുടെ പേരിൽ ആ പേരൊന്നും ചേർത്ത് കണ്ടിട്ടില്ല. എന്താണ്, മനഃപൂർവ്വം ചെയ്താണോ? അത് എന്റെ അച്ഛൻ അതിൽ താല്പര്യമില്ലായിരുന്നു. അച്ഛന്റെ പേരിൽ അത് ഉണ്ടെങ്കിലും അച്ഛനെ അവരുടെ കാരണവന്മാരാണുള്ളത്. എന്റെ അമ്മയുടെ തറവാടാണ് ശരിക്കും നിലമ്പൂര്. അച്ഛന്റെ തറവാട് എന്ന് പറയുന്നതാണ് ഗുരുവായൂർ. ഇപ്പൊ ആനയൊക്കെ കെട്ടിയിട്ടുള്ള പുന്നത്തൂർ കോട്ട. അച്ഛന്റെ പി നാരായണ രാജയാണ്, പുന്നത്തൂർ നാരായണ രാജ. ഇപ്പൊ പുന്നത്തൂർ ആ തറവാട്ടിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മെമ്പറാണ് അച്ഛൻ. ഇപ്പൊ അവിടുത്തെ കാരണവരാണ്. അതെ. അച്ഛൻ ജോയിന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പൊ അച്ഛൻ ഇങ്ങനെ സ്ഥലം മാറി 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 പോകുമ്പോൾ ഞങ്ങളിങ്ങനെ കേരളത്തിന്റെ പല സ്ഥലത്തും പഠിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ഉണ്ടായിട്ടുണ്ട്, പാലക്കാട് ഉണ്ടായിട്ടുണ്ട്. ഈ മലബാർ സൈഡിലാണ് അധികം ഉണ്ടായത്. അത് ഞാൻ ആ പദവികളൊക്കെ ഒന്നും ഉപയോഗിക്കാനൊന്നും അച്ഛൻ ഇഷ്ടമായിരുന്നില്ല. ഒന്നുമില്ല. അച്ഛന്റെ ഈ ജോയിന്റ് ഡയറക്ടറൊക്കെ ആയിരിക്കുമ്പോൾ, ഡെപ്യൂട്ടി ഡയറക്ടറൊക്കെ ആയിരിക്കുമ്പോൾ അച്ഛന് ജീപ്പുണ്ട്. അച്ഛന്റെ ഓഫീസിൽ നിന്ന് ജീപ്പ്. ആ ജീപ്പിൽ കയറാൻ പോലും സമ്മതിക്കില്ല എന്നെ. കാരണം അത് ഒഫീഷ്യൽ. അച്ഛൻ ഒരു 5 പൈസ കൈക്കൂലി വാങ്ങാത്ത ആളായിരുന്നു. ആ സമയത്ത് നല്ലോണം മറ്റേ ഈ ആൾക്കാർ മറ്റേ കൃഷിയുടെ ആൾ. അപ്പൊ അതിന്റെ കുറെ ഈ മറ്റേ എന്താ പറയാ, കുറെ സാധനങ്ങളും ഒക്കെ കൊണ്ട് ഓരോ മറ്റേ ഓണം സമയത്ത് ഇതൊക്കെ കൊണ്ടുവരാം. അച്ഛൻ ഓടിക്കും അവരെയൊക്കെ. അപ്പൊ അച്ഛൻ ഇപ്പോഴും പറയുന്നത് അച്ഛന് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നത് അച്ഛൻ 5 പൈസ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ളത്. അത് കാരണം വേറെ കുഴപ്പമൊന്നുമില്ല, അടിച്ചു പൊളിച്ച ലൈഫൊന്നും ഉണ്ടായിട്ടില്ല. അച്ഛൻ വേറൊരു കാര്യം പറയാറുണ്ട്, ഇന്നത്തെ കാലമായിരുന്നു എങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും കോളേജ് പഠിപ്പിക്കാൻ പോലും എനിക്ക് പറ്റുമായിരുന്നു എന്ന് എനിക്കറിയില്ല എന്ന് അച്ഛൻ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു രീതി മാറിപ്പോയത് വല്ലാതെ അച്ഛൻ റിലേറ്റ് ചെയ്യുന്നുണ്ട്. അച്ഛൻ കുറച്ച് കണിശക്കാരനായിരുന്നു, ഭയങ്കര കണിശക്കാരനായിരുന്നു. അയ്യോ ഒരു പ്രാവശ്യം റോട്ടിൽ നിന്ന്, ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്താണ് ചാലിയാർ പുഴ. ചാലിയാർ പുഴ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ തൊട്ടാണ്. ഞങ്ങളുടെ തൊടിയിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാം. ഈ ചാലിയാർ പുഴയിലാണ് മലയാളത്തിലെ പല പ്രശസ്ത സിനിമകൾ ഓളവും തീരവും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഈ ഒതുക്ക് കല്ലുകളുണ്ട്, ഇങ്ങനെ ഇറങ്ങി പോകുന്നത്. ആ കല്ലുകളിൽ ചാടി ചാടി ചാടിയാണ് ഷീലാമ്മ എന്നുള്ള പാട്ട് പാടി അഭിനയിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലിരുന്നിട്ടാണ് അത്ര ഇവരൊക്കെ അന്ന് അംബിക, പഴയ അംബിക, ഷീലാമ്മ, കൃഷ്ണൻ നായർ സാറാണ് അതിന്റെ സംവിധായകൻ, കുട്ടിക്കുപ്പ എന്നുള്ള സിനിമ. ഞങ്ങളുടെ അവിടെ ഇരുന്നിട്ടാണ് ഇവരൊക്കെ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് അവിടെയൊക്കെ ഷൂട്ടിംഗ് ഒക്കെ നടത്തിയതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒതുക്കുകല്ലിൽ ഇങ്ങനെ ഞങ്ങൾ വൈകുന്നേരം സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ, അവിടുത്തെ ഗവൺമെന്റ് മാനവേദന സ്കൂളിലാണ് ഞാനൊക്കെ പഠിച്ചത്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പഠിക്കും വേറെ ഒന്നുമില്ല, വീട്ടിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ഗ്രൗണ്ട് പോലെ ഉണ്ട്. അവിടെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കളിക്കും, ക്രിക്കറ്റ് കളിക്കുക, എന്തെങ്കിലുമൊക്കെ കളിക്കും. പുഴയിൽ കുളിക്കാൻ പോകും. പുഴയിൽ അവിടെ ഒരു ചാട്ടപ്പാറ എന്നാണ്. ആ ചാട്ടപ്പാറയിൽ നിന്ന് ഇങ്ങനെ ഡൈവ് അടിച്ച് കുളിക്കാന്നൊക്കെ ഉള്ളത് നമ്മുടെ സ്ഥിരം പരിപാടി. ഒരു ദിവസം അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കും. ട്രൗസറൊക്കെ ഇട്ട് നടക്കുന്ന പ്രായമാണ് കേട്ടോ. അപ്പൊ ഈ ഒതുക്കുകല്ല് നമുക്ക് ഇങ്ങനെ ഈ ഇറങ്ങി വരുന്ന കൽപ്പടവുകൾ നമുക്ക് കാണാൻ പറ്റും കുളിക്കുന്ന സ്ഥലത്ത് നിന്ന്. അവിടെ ഒരാള് കൃഷ്ണേന്ദ്ര എന്നൊരു വിളി. ഞാനിങ്ങനെ പുഴയിൽ നിന്ന് ഇങ്ങനെ മുങ്ങി ഒതുക്ക് മറ്റേ കല്ലുകളിലേക്ക് നോക്കിയപ്പോൾ അച്ഛൻ ദൂരത്ത് നിൽക്കുന്നു. കൃഷ്ണേന്ദ്ര ഇങ്ങോട്ട് വരാൻ ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കുന്നു. ഞാൻ എന്താണെന്നില്ല, ഞാൻ നനഞ്ഞുകൊണ്ട് ആ ഷർട്ട് തോർത്താണെന്നില്ല, തോർത്തെടുത്ത് അങ്ങനെ വേഗം ആ സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് അടിച്ചിട്ട് എന്നെ ഇങ്ങനെ അടിച്ചിട്ട് വീട് വരെ അടിച്ചു. എന്താ കാരണമെന്ന് എനിക്കറിയുന്നില്ല. പിന്നെയാണ് പുള്ളി പറയുന്നത്, ആരോ പുള്ളിയോട് പറഞ്ഞു ഞാൻ ആ റോഡിൽ കിടന്നിരുന്ന കുറച്ച് ചില്ലറ പൈസ എടുത്തുകൊണ്ട് പോയി വീട്ടിൽ. ശരിയാണെന്ന്. ഞാൻ എന്താ കുറച്ച് പൈസകൾ ഞാൻ എടുത്തു പോയിരുന്നു, എടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടത്. അത് തിരിച്ചെടുപ്പിച്ച് എവിടുന്ന് കിട്ടിയോ അവിടെ കൊണ്ടുപോയി ഇടുന്നത് വരെ അടിച്ചു.
പക്ഷെ ഇപ്പൊ അച്ഛനോട് പറയുമ്പോൾ അച്ഛന് പ്രായമായി കഴിഞ്ഞപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. അച്ഛൻ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും അടിച്ചിട്ടില്ല എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. ഞാൻ പറഞ്ഞു അതെങ്ങനെ അടിച്ചു എന്നുള്ളത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അച്ഛനും ഓർമ്മയുണ്ടാവില്ല. അടി വാങ്ങിച്ച നമ്മളാണല്ലോ. പക്ഷെ അമ്മ കുറച്ചുകൂടി അമ്മ വളരെ സോഫ്റ്റ് ആയിരുന്നു. അവിടുത്തെ ബാല്യ യൗവനങ്ങളൊക്കെ തന്നെ വളരെ രാജകീയമായിരുന്നു. ആ സമയത്ത് നമുക്ക് വിവരമില്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ദുഃഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛൻ ഈ സാധാരണ ജീവിതമായിരുന്നു. ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ആ സമയത്ത് അതിന് മുമ്പ് കാറൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ നിലമ്പൂർ കോവിലൊക്കെ മറ്റേ ഈ എന്താണ് പറയാ, മറ്റേ ഈ കുറെ ഇതൊക്കെ ഉണ്ടായില്ലേ, മറ്റേ കുറെ ഇവരുടെ ഭൂമികളൊക്കെ മിച്ചഭൂമി അങ്ങനെയൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഈ നിലമ്പൂർ കോവിലകം എന്ന് പറയുന്ന ഒരു വീടല്ല, ഒരു കോളനിയിൽ മൊത്തം കുറെ വീടുകളാണ്. എന്നെന്നും കണ്ണേട്ടൻ്റെ ഒക്കെ ഷൂട്ട് ചെയ്തൊരു വീടുണ്ട്, അത് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീടാണ്. പിന്നെ പുതിയ കോവിലകം, അങ്ങനെ കുറച്ച് കോവിലകങ്ങളുണ്ട്. അപ്പൊ ഇതിൽ ചില വീട്ടുകാർക്കൊക്കെ അന്ന് അവർ പിടിച്ചു വെച്ച എസ്റ്റേറ്റുകളും അതും ഇതും ഒക്കെ ഉണ്ട്. മറ്റേ നിലമ്പൂർ ഭാഗത്തുള്ള തേക്ക് കാടുകളും തേക്കിന്റെ പല സംഭവങ്ങളും. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് എല്ലാം സിസ്റ്റേഴ്സായിരുന്നു, അവർ 5 സിസ്റ്റേഴ്സായിരുന്നു. അപ്പൊ ആൺപിള്ളേർ ആരും ഇല്ലായിരുന്നു അവിടെ. ആദ്യത്തെ ആൺതരി ഞാനാണ്, അമ്മയ്ക്കുണ്ടായ മകനാണ് ഞാൻ. അത് കാരണം ഞങ്ങളുടെ വീട്ടുകാർക്ക് വലിയ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. പോയതോടുകൂടി എല്ലാം പോയി. പിന്നെ ഗവൺമെന്റ് ജോലി ഉള്ളവരൊക്കെ മര്യാദയ്ക്ക് ജീവിച്ചു എന്നുള്ളതല്ലാതെ വേറെ ഒരു അടിപൊളി ലൈഫൊന്നും ആയിരുന്നില്ല. എന്നാൽ ബുദ്ധിമുട്ടിയിട്ടൊന്നുമില്ല, ഒട്ടും ബുദ്ധിമുട്ടിയിട്ടില്ല. പക്ഷെ അന്നും സംഗീതമായിരുന്നു അല്ലേ? എനിക്ക് തബലയായിരുന്നു, തബലയിലാണ് തുടക്കം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, തബല പഠിച്ചു. ആ സമയത്ത് മ്യൂസിക് പാട്ട് പഠിപ്പിക്കാൻ ആരെയും കിട്ടിയില്ല നിലമ്പൂര്. അപ്പം ഞാൻ അത്യാവശ്യം സ്വല്പം പാടും എന്നുള്ളത് അച്ഛനും അമ്മയ്ക്കൊക്കെ മനസ്സിലായി. കാരണം എൻ്റെ ഒരു മുത്തച്ഛൻ്റെ എൻ്റെ അമ്മുമ്മയുടെ അനിയത്തിയും ഹസ്ബൻഡും ഒക്കെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ കുട്ടിക്കാലത്ത് പോകുമ്പോൾ എൻ്റെ അമ്മുമ്മയുടെ സിസ്റ്ററുടെ ഹസ്ബൻഡ് ഉണ്ട്, നമ്പൂതിരിപ്പാടം മാമൻ എന്നാണ് നമ്മൾ പറയുന്നത്. മുണ്ടൊക്കെ ഇങ്ങനെ ഇവിടെ കുത്തിയിട്ട് മുറുക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പുള്ളി ഭയങ്കര വിറ്റാണ്. അപ്പോൾ പുള്ളി പറയും, ഈ കൃഷ്ണേന്ദ്രനെ കുട്ടിക്കാലത്ത് ഒരു വളരെ വയസ്സുള്ള ഒരു സ്ത്രീയുണ്ട് മറ്റേ കുട്ടികളെ നോക്കാനുള്ള. അപ്പോൾ എന്നെ ഇങ്ങനെ ഒക്കത്ത് വെച്ചുകൊണ്ട് അവർ വരും പോലും. അപ്പോൾ ഈ പല്ലൊന്നും ഇല്ല, അവരുടെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പാടുമെന്നാണ് മുത്തച്ഛൻ പറയുന്നത്. പുള്ളി പറയുന്നത് എനിക്കറിയില്ല, ഞാൻ ആർക്കും അത് ഓർമ്മയില്ല. പുള്ളി ചിലപ്പോൾ വെറുതെ ഈ ഇന്നസെന്റ് ഏട്ടൻ കഥ ഉണ്ടാക്കുന്ന പോലെ മധുര 17കാരി എന്റെ മധുര 17കാരി എന്നുള്ള പാട്ടൊക്കെ ഈ വയസ്സായിട്ടുള്ള പല്ലില്ലാത്ത അമ്മൂമ്മയെ നോക്കി പാടുമെന്നാണ് ഈ അപ്പൂപ്പൻ പറയാറുള്ളത്. അപ്പൊ അങ്ങനെ പാട്ടിനൊരു ടേസ്റ്റ് ഉണ്ട്. സ്കൂളിലൊക്കെ കോമ്പറ്റീഷനൊക്കെ പാടാൻ തുടങ്ങി. പക്ഷെ പാട്ട് പഠിപ്പിക്കാൻ നിലമ്പൂർ ആരെയും കിട്ടുന്നില്ല. അങ്ങനെയാണ് ആ സമയത്ത് കോഴിക്കോട് നിന്ന് ആരാ അത് അറേഞ്ച് ചെയ്ത് കൊടുത്തതെന്നുള്ളത് എനിക്കറിയില്ല. കർമ്മേന്ദ്രൻ മാസ്റ്റർ എന്നോട് തബലിസ്റ്റ്, അദ്ദേഹം രാമനാട്ടുകരക്കാരനാണ്. പക്ഷെ അദ്ദേഹം ഇവിടെ വന്ന് പഠിപ്പിക്കണം. അങ്ങനെ തബലയാണ് ഞാൻ ആദ്യം പഠിക്കുന്നത്. ഒരു 6 മാസം പഠിച്ചു. അപ്പോഴേക്കും നിലമ്പൂർ കാർത്തികേയൻ എന്നുള്ള പിന്നീട് ദേവരായ മാസ്റ്റർക്കൊക്കെ വേണ്ടി പാടിയ ഞങ്ങളുടെ നാട്ടുകാരനായ എൻ്റെ ആദ്യത്തെ സംഗീത ഗുരുനാഥൻ അദ്ദേഹമാണ്. അദ്ദേഹം ഇപ്പോൾ ന്യൂയോർക്കിൽ സെറ്റിൽ ചെയ്തു, മ്യൂസിക് സ്കൂളൊക്കെ ആയിട്ട്. അദ്ദേഹമാണ് എൻ്റെ സാപ്പാസ തുടങ്ങി വെച്ച ഗുരുനാഥൻ. പിന്നീട് ഞാൻ വീട്ടിൽ ഗോവിന്ദ പിഷാരടി മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ചെമ്പൈ സ്വാമിയുടെ ഒരു ശിഷ്യനായ അദ്ദേഹം താമസിപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ തമാശ പറയാറുണ്ട്, അച്ഛനും അമ്മയും അങ്ങനെ പാടുമൊന്നുമില്ല. ആ ഒരു നമുക്ക് മറ്റേ എന്താണ് പറയുക, ഇത് എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഈ സംഗീതത്തിനെന്ന് ചോദിച്ചാൽ ആലോചിച്ചാൽ കിട്ടുന്ന ഒറ്റ സാധനമാണ്. അച്ഛൻ്റെ അമ്മയുടെ കല്യാണത്തിന് ചെമ്പൈ വേദനാഥ ഭാഗവത സ്വാമിയുടെ കച്ചേരിയായിരുന്നു. അതുകൊണ്ടാണോ ഈ സംഗീതം അല്ലാതെ വേറെ പാരമ്പര്യമൊന്നും കാണുന്നില്ല. അമ്മയൊക്കെ ഇങ്ങനെ മൂളുകയൊക്കെ ചെയ്യും, പാട്ടൊക്കെ ചെറുതായിട്ട് പാടും, അത്ര പാടുക എന്നൊന്നും പറയാൻ പറ്റില്ല. അല്ല, എനിക്കൊന്ന് അവിടെ തുടങ്ങിയ സംഗീത പഠനം പിന്നെ ഡിഗ്രിയിൽ മ്യൂസിക്കിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് BA മ്യൂസിക്. അത് കഴിഞ്ഞ് മദ്രാസ് യൂണിവേഴ്സിറ്റി ഇല്ല, PG എടുത്തില്ല, ഫിനിഷ് ചെയ്തില്ല. ഒരു 2 സെമസ്റ്റർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സിനിമയിൽ പാടാൻ തുടങ്ങുന്നു. അല്ല, ശരിക്കും ഈ സംഗീതം പഠിക്കുമ്പോൾ ഈ പിന്നണി ഗായകന് സിനിമയിലേക്ക് വരും, അങ്ങനെ എന്തെങ്കിലും നമുക്കങ്ങനെയൊന്നും ഒരു ചിന്തയില്ല. അപ്പൊ ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അച്ഛനോട് പറഞ്ഞ്, അച്ഛൻ ചോദിച്ചു എന്തിനാണ് ഇവന് അഭിനയം വല്ലതും അറിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി പറഞ്ഞു, ശ്യാം മോഹൻ, രഘു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരുണ്ട്, വിജയൻ എന്നൊക്കെ പറഞ്ഞു, ചിറ്റൂരപ്പ്. അവര് പറഞ്ഞത്, അച്ഛാ ഇവൻ പാടാമല്ലോ, നമുക്ക് ഫ്യൂച്ചറിൽ ഒരു സിനിമാ ഫീൽഡിലേക്ക് ഒരു എൻട്രി കിട്ടുമല്ലേ, പിന്നീട് പാടാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോഴാണ് അച്ഛൻ എന്തോ ആവട്ടെ എന്നൊക്കെ പറഞ്ഞത്. അല്ല, ഞാൻ പറയുമായിരുന്നു, പാട്ട് പാടും എന്നുള്ളതൊന്നും അങ്ങനെ ഒരു സ്വപ്നമൊന്നും, ഒരിക്കലും സിനിമയിൽ പാടുമെന്നൊന്നും എനിക്കൊന്നും അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ പാലക്കാട് ഞങ്ങൾ ചിറ്റൂർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ദാസേട്ടനെ അന്ന് തന്നെ പരിചയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്.
ആദ്യം അവിടെ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ സുജാതയില്ലേ പാട്ട് പിന്നണി ഗായിക, സുജാതയുടെ ഹസ്ബൻഡ് ഡോക്ടർ കൃഷ്ണമോഹൻ. ഡോക്ടർ കൃഷ്ണമോഹന്റെ അമ്മ മണിച്ചേച്ചി എന്ന് പറയും, രാധാമണി ഉണ്ണി നായർ. അവര് ചെമ്പേ സ്വാമിയുടെ ശിഷ്യയാണ്. അപ്പൊ ദാസേട്ടൻ പാലക്കാട് ഭാഗത്ത് കച്ചേരിക്കോ ഗാനമേളയ്ക്കോ വന്നാൽ റെസ്റ്റ് എടുക്കുന്നത് ഇവിടെയാണ്. ഇവിടെ വന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങളെ പോലെയുള്ള കുട്ടികളെ ഈ രാധാമണി ചേച്ചിക്ക് വലിയ ഇഷ്ടമാണ്, പാട്ട് പാടുന്ന കുട്ടികൾ. അപ്പം അന്നത്തെ ഈ മത്സരങ്ങൾക്കൊക്കെ ഞങ്ങൾ പാടുന്നത് കേട്ടിട്ട് നമ്മളോടൊക്കെ വലിയ കാര്യമാണ്. അപ്പൊ ദാസേട്ടൻ വരുന്നതിന് മുമ്പ് നമ്മളെയൊക്കെ വിവരമായിരിക്കും, അതെ ദാസ് വരുന്നുണ്ട് കേട്ടോ, വേണമെങ്കിൽ വന്നോ വീട്ടിലേക്ക് എന്ന് പറയും. അങ്ങനെ ഞാനൊക്കെ 76-ലോ മറ്റേ ദാസേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് ഈ സുജാതയുടെ ഹസ്ബൻഡായ ഡോക്ടർ കൃഷ്ണമോഹന്റെ വീട്ടിൽ വെച്ചിട്ടാണ്. ദാസേട്ടനായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. ഞാൻ ചെമ്പൈ ഗ്രാമത്തിലൊക്കെ ദാസേട്ടൻ കച്ചേരിക്ക് പോകുമ്പോൾ പിന്നാലെ ഇരുന്ന് തമ്പുരു വീട്ടിൽ പാടിയിട്ടുണ്ട്. ഞങ്ങൾ 8 പേര് അന്നത്തെ ഒരു സാധാരണ ടാക്സി ഇല്ലേ മഞ്ഞയും വെള്ളയും കൂടിയുള്ള, അതിൽ 8 പേര് ഇടിച്ച് ദാസേട്ടനുമായിട്ട് ഇങ്ങനെ ഇടിച്ചൊക്കെ ഇന്ന് നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റില്ല, സങ്കല്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇത്രയും പേര് ഇരുന്നിട്ട് തമ്പുരു ഇതിന്റെ കൂട്ടത്തിൽ വെച്ചിരിക്കുന്നു, വയലിനിസ്റ്റ് ഉണ്ട്, മൃദംഗിസ്റ്റ് ഉണ്ട്. അങ്ങനെയൊക്കെ പോയി ദാസേട്ടനുമായിട്ട് അത്രയും ക്ലോസ് ആയിരുന്നു ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ്. എന്നിട്ട് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ സമയത്ത് ഇതേപോലെ ചെമ്പൈ ഗ്രാമത്തിൽ കച്ചേരി ഉണ്ടായപ്പോൾ ദാസേട്ടൻ എന്നെ അവിടുന്ന് കണ്ടപ്പോൾ ഒരു അത്ഭുതം ഉണ്ടായി. മണിച്ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കണ്ടപ്പോൾ, എടാ നീ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയോ, അതും ജയഭാരതിയുടെ കൂടെ. അത് ആ ഒരു ക്ലോസ്നെസ് ഇപ്പോഴും ഉണ്ട്. അത് ഇപ്പോഴും അദ്ദേഹത്തിന് മുന്നിൽ പാടാനൊക്കെ പറ്റിയിട്ടുണ്ടോ? ദാസേട്ടന് മുമ്പിൽ പാടാനൊന്നും ധൈര്യമൊന്നുമില്ല. പിന്നെ കാറിൽ പോകുമ്പോൾ ചില സമയത്ത് ഇതുപോലെ കച്ചേരിക്ക് നീ കോളേജിലേക്കൊക്കെ പാടാറുണ്ടോടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ പാടി. ഏത് പാട്ട് പാടി? അപ്പൊ ആ സമയത്ത് മദാലസ എന്ന് പറഞ്ഞ് KJ ജോയ് മ്യൂസിക്കിൽ ഒരു പടം, അതില് ഒരു ഓ നീ എൻ്റെ ഓർമ്മയിൽ, ആ പാട്ട് ലിറിക്സ് ഓർമ്മയില്ല. ആ പാട്ട് ഞാൻ പാടി എന്നൊക്കെ പറഞ്ഞപ്പോ അതിന്റെ മറ്റേ ഇന്ന സംഗതി ഇന്ന ഭാഗം ഒന്ന് പാട് കേൾക്കട്ടെ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡിസ്കഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ദാസേട്ടനെ കാണാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയാ, നമ്മൾ ജനിച്ച വീണ മുതൽ നമ്മൾ ശരീരം മുഴുവൻ ഞരമ്പുകൾ മുഴുവൻ കയറിയിട്ടുള്ള ആ ഒരു ശബ്ദത്തിനെ നേരിട്ട് കാണുക എന്നുള്ളതും അദ്ദേഹത്തിനെ തൊടാൻ പറ്റുക എന്നുള്ളതും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഫോട്ടോ, ആ പഴയ അന്നെടുത്ത ഫോട്ടോ എൻ്റെ ഉണ്ട് ഇപ്പോഴും. അതെ, അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതെ, അത് തന്നെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് അല്ലേ? ഒരു പക്ഷെ നമ്മുടെ സംഗീത യാത്രയിൽ തുടങ്ങി വെച്ച ബ്ലെസ്സിങ്സുകളായിരിക്കണം അല്ലേ? പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ സംഭവം, ഞാനന്ന് മത്സരങ്ങൾക്ക് പാടിയത് മുഴുവൻ ജയചന്ദ്രന്റെ പാട്ടുകളാണ്. സന്ധ്യക്കെന്തൊരു സിന്ദൂരം, ഹർഷബാഷ്പം തൂകി. അന്ന് സിനിമാ പാട്ടുകൾ പാടാം മത്സരങ്ങൾ, ഇപ്പോഴല്ലേ ലളിതഗാനങ്ങളെ പാടാൻ പാടുള്ളൂ എന്നുള്ളത്. അതെന്താണെന്നറിയില്ല, ദാസേട്ടന്റെ പാട്ടുകളല്ല ഞാൻ മത്സരത്തിന് പാടിയിരുന്നത്. അല്ല, ഇപ്പോഴും ആ സിമിലാരിറ്റി നിങ്ങളുടെ ശബ്ദങ്ങൾ തമ്മിലുണ്ട്, കൃഷ്ണേന്ദ്രനും ജയചന്ദ്രനും. അത് എല്ലാവരും പക്ഷേ ശബ്ദത്തിനുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഭാവത്തിന്റെ ഒരു ജയേട്ടൻ കൊടുക്കുന്ന ചില സംഭവങ്ങള് അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സാധാരണ ഒരു പാട്ട് കേൾക്കുന്ന ഒരാൾക്ക് ജയേട്ടൻ കൊടുക്കുന്ന പല എക്സ്പ്രഷൻസും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ചെറിയ ചെറിയ നുണുക്കങ്ങളെന്ന് പറയില്ല, അതായിരിക്കും. അത് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഞാൻ മാക്സിമം അത് സ്റ്റേജിൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടുമ്പോൾ എല്ലാം ഒന്നും പറ്റില്ല നമ്മളെ കൊണ്ട്. ദാസേട്ടനെ എന്ന് പറയുമ്പോൾ ദാസേട്ടന്റെ ശബ്ദത്തിൽ പാടുന്ന കുറെ പേരുണ്ട്. എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല, എനിക്ക് ആ ശബ്ദം ഇല്ലായിരുന്നു, അത്രയും ബേസ് ഒന്നും എനിക്കില്ലായിരുന്നു. എൻ്റെ ഒരു സാധാരണ ഒരു ചെറിയ ശബ്ദമായിരുന്നു എൻ്റെ. അതൊരു ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു എനിക്ക്. ശരിക്കും മനസ്സിലായി, എടാ ഞാൻ സിനിമയിൽ പാടാൻ വന്ന സമയത്ത് എല്ലാം ദാസേട്ടന്റെ സ്റ്റൈലിൽ പാടുന്ന കുറെ ആളുകൾ, എനിക്കാണെങ്കിൽ ഒരു വൃത്തികെട്ട ശബ്ദം ഒന്നും ഞാനെപ്പോഴും വിചാരിക്കാറുണ്ട് അങ്ങനെ. ദാസേട്ടൻ പാടിയിട്ടുണ്ടോ? എനിക്ക് എന്റെ ആദ്യത്തെ സിനിമയിൽ തന്നെ ഒരു ഭാഗ്യം കിട്ടിയത് എന്താ വെച്ചാൽ ഈണ എന്നുള്ള സിനിമയിലാണ് ഞാൻ ആദ്യം പാട്ട്. ആദ്യം റിലീസായത് ആ സിനിമയല്ല, ഈ നാടാണ് ആദ്യം എന്റെ പാട്ട് പാടിയ പടം എന്നുള്ള നിലയ്ക്ക് റിലീസായത്. പക്ഷെ ആദ്യമായിട്ട് പാടി ഇണയിൽ ഞാൻ എൻ്റെ 2 സോളോ ഉണ്ട്, വെള്ളിച്ചില്ലും വിതറി എന്നുള്ള പാട്ടും അരളിപ്പൂങ്കാടി. അതിൽ വേറൊരു ദാസേട്ടനും ജാനകിയമ്മയും ഞാനും കൂടി ഒരു പാട്ടുണ്ട്, കിനാവിന്റെ വരമ്പത്ത്, അത് എന്നൊക്കെ പറയും. അത് ദാസേട്ടൻ ഇവിടെ നിൽക്കുന്നു, ജാനകിയമ്മ ഇവിടെ നിൽക്കുന്നു, നടുവിലൊരു മൈക്കിട്ടിട്ട് ഞാൻ നിൽക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. പക്ഷെ 2 പുലികളോ എന്താണ് പറയുന്ന, നമുക്ക് ഏറ്റവും ബഹുമാനമുള്ള 2 പാട്ടുകാർ ആ സമയത്ത്, ദാസേട്ടൻ, ജയേട്ടൻ, സുശീല, ജാനകി. നമ്മുടെ ഈ 4 പേരുടെയും നമുക്ക് ഭ്രമമാണ് അവരുടെ പാട്ടുകൾ. അപ്പൊ ദാസേട്ടനും ജാനകിയമ്മയുടെ കൂടെ ആദ്യത്തെ സിനിമയില്. പക്ഷെ എനിക്ക് ജാനകിയമ്മ അതിന് മുമ്പ് തന്നെ ഞാൻ ഏതോ ഒരു
ആക്ടർ എന്നുള്ള നിലയ്ക്ക് പങ്കെടുത്ത ഏതോ ഒരു സ്റ്റാർ നൈറ്റിന് സമയത്ത് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ജാനകി അമ്മയ്ക്ക് എന്നെ അറിയാം. ജാനകി അമ്മ രഘുനൃവേദം എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട് അപ്പോൾ ഇടയ്ക്ക്. അപ്പം അവർക്കും ഞാൻ പാടാൻ വരുന്നു. ദാസേട്ടന് പിന്നെ നേരത്തെ അറിയാം. അത് കാരണം പേടിയുണ്ടായില്ല. എന്നാലും അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ ആദ്യത്തെ സിനിമയിൽ തന്നെ, അത് മാത്രമല്ല ദാസേട്ടന്റെ കൂടെ ഞാൻ അത് മാത്രമല്ല പാടിയത്, ദാസേട്ടന്റെ കൂടെ ഉഗ്രനൊരു പാട്ട് പാടിയിട്ടുണ്ട്. സൂര്യഗായത്രി എന്നുള്ള സിനിമയിൽ രവീന്ദ്രന്റെ സംഗീതത്തിൽ രാഗം താനം ശ്രുതിലയ സാന്ദ്രമാം പല്ലവി എന്നുള്ള പാട്ട്, അത് പാടിക്കഴിഞ്ഞ ഉടനെ അത് ശരിക്കും ദാസേട്ടന്റെ ഭാഗവും എൻ്റെ ഭാഗവും രണ്ടും ഞാൻ തന്നെയാണ് ആദ്യം പാടിയത്. ദാസേട്ടൻ വരുന്നതിന് മുമ്പ് തന്നെ ട്രാക്ക് പോലെ പാടി. എന്നിട്ട് ദാസേട്ടൻ വന്നിട്ട് അത് മിക്സ് ചെയ്യുമായിരുന്നു. ദാസേട്ടൻ അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് എടാ നീ നന്നായിട്ട് പാടിയിട്ടുണ്ടോ, അത് 92 മറ്റാണ് ആ സിനിമ. അപ്പൊ എൻ്റെ സിസ്റ്റർ എപ്പോഴും പറയും ചേട്ടാ ഏട്ടനെന്ന് തന്നെ വിളിക്കുന്നത്, ഏട്ടൻ്റെ ശബ്ദം ശരിക്കും ഒരു മെച്യൂരിറ്റി വന്നത് ആ പാട്ടിലാണ്. പക്ഷെ അതിനുശേഷം പാട്ടുകൾ കിട്ടിയതുമില്ല. അതിനു മുമ്പേക്ക് ഒരു കൊച്ചു ശബ്ദം 82 ഞാൻ പാടാൻ തുടങ്ങിയെങ്കിലും 92 വരെ ഒരു 10 വർഷം എന്താ പറയുക ഒരു വളർച്ചയില്ലായിരുന്നു എന്ന് പറയില്ലേ, വളർച്ചയില്ലാത്ത ശബ്ദമായിരുന്നു. അല്ല ഈ ഒരു ഇപ്പം ദാസേട്ടനെ കുറിച്ച് പറഞ്ഞോണ്ടാ ദാസേട്ടൻ ഈ വളർന്നു വരുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ളൊരു ദുഷ്പേര് അന്നും കേട്ടിട്ടുണ്ട്. ഏതാണ്ടൊക്കെ ഇപ്പം പാടുന്നില്ല. അത് അദ്ദേഹത്തിനോട് അടുത്ത് നിന്ന ഒരാളെന്ന നിലയിൽ എങ്ങനെയാ ചേട്ടാ അഭിപ്രായം? എനിക്ക് ചിരിയും ദേഷ്യവും രണ്ടും കൂടി വരുന്നുണ്ട് അത് കേൾക്കുമ്പോൾ. ചിരി വരുന്നത് ഇത് പറയുന്നവരിൽ ഒരു പറയുന്നവരുടെ വിവരമില്ലായ്മ, ഓരോ പാട്ടുകാരെ പൊന്താൻ വിട്ടില്ല, അവരെ പൊങ്ങാൻ അദ്ദേഹം അനുവദിച്ചില്ല എന്നൊക്കെ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഒരു ദിവസം 14ഓളം പാട്ടുകൾ പാടിയിരുന്ന ഒരു മനുഷ്യനാണ് ഈ യേശുദാസ് എന്ന് പറയുന്നത്. രാവിലെ 7 മണിക്ക് ഇറങ്ങിയ ഓരോ സ്റ്റുഡിയോയിലായിട്ട് പോയി ചിലതിക്കൽ ട്രാക്ക് എടുത്ത് വെച്ചിട്ടുണ്ടാകും, ചിലത് ലൈവ് ആയിരിക്കും പാടുന്നത്. ഇതിനിടയ്ക്ക് ഇന്ന് മറ്റേ സ്റ്റുഡിയോയിൽ ഇന്ന ആള് പാടുന്നുണ്ട് കേരളത്തിൽ നിന്ന്, അവനെ ഒന്ന് വെട്ടിയിട്ടേ കാര്യമുള്ളൂ എന്ന് യേശുദാസിന് ആലോചിക്കാൻ പോലും സമയമില്ല. ഇവിടെ നമ്മൾ ദിവസം ഞാൻ മാക്സിമം പാടിയിട്ടുള്ളത് സിനിമയിൽ ഒരു 3 പാട്ടോ 4 പാട്ടാണ് ഒരേ ദിവസം പാടിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ടെൻഷനോ എന്താണ് പറയാ, അതിൻ്റെ ഒരു ജോലിയുടെ ഒരു എന്താണ് പറയാ, ജോലി ഹെക്ടിക്കായിരിക്കും. ആ സമയത്ത് നമുക്ക് വേറെ ഒന്നും ആലോചിക്കാൻ പറ്റില്ല. ഇതിനിടയിൽ ദാസേട്ടൻ ഇത് ആലോചിക്കാൻ എവിടെ സമയം? പിന്നെ ഈ പറഞ്ഞവര് ഈ കുറ്റം പറയുന്നവര് അവര് സ്റ്റേജിൽ പാടുന്നത് കേട്ടിട്ടൊക്കെയാണ് ഓരോരുത്തർ കമന്റ് ചെയ്യുന്നത്. അത് ദാസേട്ടൻ പാടിയ പാട്ട് കേട്ട് ഒരു 100 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ സ്റ്റേജിൽ പാടുന്നത്. ഇത് ഈ റെക്കോർഡിംഗ് തിയേറ്ററിൽ വന്നിട്ട് 10 മിനിറ്റ് കൊണ്ട് പാട്ട് പഠിച്ചിട്ട് ഈ പറയുന്ന ഈ കുറ്റം പറയുന്ന ആളുകൾ ഒരു 10 മിനിറ്റ് കൊണ്ട് പാട്ട് പഠിച്ചു ഒന്ന് പാടി കാണിച്ചു കഴിഞ്ഞാൽ എല്ലാം സമ്മതിക്കും. ഇത് നമുക്ക് വിഡ്ഢിത്തരം എന്നല്ലാതെ അവരോട് അത് പറയുന്നവരെ, ഞാനിത് ഏതോ ഒരു ഇന്റർവ്യൂവിൽ പണ്ട് പറഞ്ഞപ്പോൾ തന്നെ അതിന്റെ താഴത്തെ ആരോ വന്ന് കമന്റ് ചെയ്തിരുന്നു, ഇവനൊക്കെ യേശുദാസിനോടുള്ള എന്താണ് പറയാ വിധേയത്വം കൊണ്ട് പറയും. എനിക്കെന്ത് വിധേയത്വം? നമുക്ക് ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സംഗീതത്തിനോടുള്ള ഭ്രമമാണ്, അല്ലാണ്ട് അത് അങ്ങേരെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ താഴത്ത് എത്രയോ താഴത്താണ് അടുത്ത പാട്ടുകാരൻ വരുന്നത്. അത് അദ്ദേഹത്തിന് ഇത് ആലോചിക്കാൻ പോലും സമയമില്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ ദാസേട്ടൻ? ഇല്ല, പറയേണ്ട കാര്യമില്ല, ഒരു കാര്യമില്ലേ. കാരണം എനിക്കതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് വെറുപ്പായിട്ട് വരിക. ദാസേട്ടനെ ചീത്ത പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല. ദാസേട്ടനെയാലും ശരി, ജയേട്ടനെയാലും ശരി. ജയേട്ടന് ചില പ്രത്യേക സ്വഭാവങ്ങളെ ചിലര് ദേഷ്യം, അദ്ദേഹത്തിന് മനസ്സ് വളരെ ശുദ്ധമാണ്. അത് ജയേട്ടനുമായിട്ട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അവരൊക്കെ ഗംഭീരന്മാരാണ്. കാരണം ഒരു സൗകര്യങ്ങളും ഇല്ലാതിരുന്ന സമയത്ത് പാട്ട് എന്നുള്ള സാധനത്തിനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേൾപ്പിച്ചു തന്നവരാണ്. ഇന്ന് നമ്മൾ പലതും പെർഫെക്റ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഓരോ വാക്ക് വെച്ച് മിക്സ് ചെയ്യാം. ഇന്ന് അതിനെ ശ്രുതി ചേർക്കാം, ശ്രുതി ചേർന്നില്ലെങ്കിൽ മെലഡൈൻ ഇട്ട് ശ്രുതി ചേർക്കാം. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള സാധനമാണ് നമ്മൾ ഇന്ന് ഈ കേൾക്കുന്നത്. അത് കേട്ടിട്ട് കഷ്ടമാണത്. എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് ദാസേട്ടനുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇതുപോലെ പഴയ പാട്ടുകൾ പുതിയതായിട്ട് പാടി റിലീസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അൺപ്ലഗ്ഡ് വേർഷൻ, അൺപ്ലഗ്ഡ്. അതെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് തെറ്റൊന്നുമില്ല. പക്ഷേ ഈ വരുന്ന തലമുറ ഒറിജിനലായിട്ട് ഇത് ആരാ പാടിയതെന്നുള്ള കാര്യം മറക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മറ്റേ മന്ദാര ചെപ്പുണ്ടോ ശ്രീകുട്ടൻ പാടിയൊരു പാട്ട് ദശരഥം എന്നുള്ള സിനിമയിൽ, അതൊരു ബാൻഡുകാരെടുത്ത് പാടിയപ്പോൾ നമ്മുടെ എം ജയചന്ദ്രൻ തമാശ പറയാറുണ്ട്. പുള്ളിയുടെ മകൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ മന്ദാര ചെപ്പുണ്ടോ മറ്റേ ഇന്നൊരു ബാൻഡുകാർ പാടിയൊരു പാട്ടുണ്ട്, എന്ത് പാട്ടാന്നറിയോ?
അപ്പോൾ ജയചന്ദ്രൻ പറയും, എടാ മോനെ ഇത് ജോൺസൺ മാസ്റ്റർ എന്ന് പറഞ്ഞ് ജോൺസേട്ടൻ ചെയ്ത പാട്ടാ, എം ജി ശ്രീകുമാർ പാടിയ പാട്ട് ആണോ എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു തലമുറ ഇപ്പൊ എന്നാ താൻ പോയി കേസ് കൊടുക്കണം അതില് മറ്റേ ദേവദൂതർ പാടി എന്നുള്ള പാട്ട്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആരൊക്കെയാ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പലർക്കും അത് ഞാനും പാടിയിട്ടുണ്ട്. ദേവദൂതർ പാടി, അത് ദാസേട്ടനും ലതികയും പാടിയിട്ട് അതിന്റെ റീ റെക്കോർഡിങ് സമയത്താണ് എന്തോ ഒരു ലിപ്സിങ്ക് ശരിയാവാത്തോണ്ട് ആ ഒരു ദേവദൂതർ പാടി എന്നുള്ള പോർഷൻ മാത്രം, ആ ഹമ്മിങ് പോർഷൻ ഞാനാണ് പാടിയത്. അത് പക്ഷെ റെക്കോർഡിൽ ദാസേട്ടൻ്റെ ആണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ പുതിയ തലമുറയ്ക്ക് ഇനി അറിയാൻ സാധ്യതയില്ല, അത് മറഞ്ഞു പോകും. ഇപ്പൊ ആരാണോ ഇപ്പൊ ബിജു നാരായണനാണ് ഇപ്പൊ രണ്ടാമത് പാടിയത്. അപ്പൊ ഇനിയത് വരുന്ന തലമുറ പറയുന്നത് ചിലപ്പോൾ അത് ബിജു നാരായണൻ പാടിയ ദേവദൂതർ പാടിയെന്നായിരിക്കും. ബിജു നാരായണനെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകാരനാണ്, അത് വേറൊരു കാര്യം, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ പല സംഭവങ്ങളും ഇങ്ങനെ ആൾക്കാർക്ക് അറിയാതെ പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്.